Welcome, everyone. Today, we begin our journey into the fascinating world of psychology. Psychology എന്ന് പറയുമ്പോൾ we are looking at it as a discipline that seeks to understand how we think, how we feel, and how we behave. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണത്? ഇറ്റ് ഇസ് സച്ച് എ ഡിസിപ്ലിൻ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു ഡിസിപ്ലിൻ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാടധികം തിയറീസിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി അധികം സൈക്കോളജിക്കൽ മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്താണ് സൈക്കോളജി എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് സൈക്കോളജി ഡെവലപ്പ് ആയത്, ആൻഡ് വാട്ട് സൈക്കോളജി എയിംസ് ടു സ്റ്റഡി എന്നുള്ളത്. ഓക്കെ, ഒറ്റ നോട്ടത്തില് നമുക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആ ഒരു അറിവ് വെച്ച്, നമ്മളൊരു സൈക്കോളജി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു അറിവ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഒരു മോഡേൺ സയൻസ് ആയിട്ട് നമുക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. But really, do you think it's a modern science? കാരണം അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് they go deep into philosophy. ഫിലോസഫിയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ മേ ബി ഫേമസ് അല്ലെങ്കിൽ ഇന്നും വളരെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്കേഴ്സ് ലൈക്ക് പ്ലേറ്റോ, ലൈക്ക് അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അബൌട്ട് ഹ്യൂമൻ മൈൻഡ് ആൻഡ് സോൾ. അവിടെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആൻഡ് ഓവർ സെഞ്ചുറീസ് ഈ ചോദ്യങ്ങൾ അവർ ചോദിച്ചത് ദിസ് ഇവോൾവ്ഡ് ഇൻ ടു എ മോർ സയന്റിഫിക് പെർസ്യൂട്ട്. ഇതൊരു സയന്റിഫിക് സ്റ്റഡി ആയി അങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്. ആൻഡ് ദാറ്റ്സ് ഹൗ ദ ബ്രാഞ്ച് സൈക്കോളജി വാസ് ബോൺ എന്നുള്ളത്. അപ്പോ ഈ ഒരു സീരീസ് ഓഫ് സൈക്കോളജി ലെസൺസിന്റെ ഫസ്റ്റ് പാർട്ടില് വി വിൽ ലുക്ക് അറ്റ് ഹൗ സൈക്കോളജി ഹാസ് ബീൻ ഡിഫൈൻഡ് ഓവർ ടൈം. എങ്ങനെയാണ് സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഫ്രം ബീയിങ് സീൻ ആസ് എ സ്റ്റഡി ഓഫ് ദ സോൾ. ആത്മാവിന്റെ ഒരു പഠനമായിട്ടാണ് ശരിക്കും ഇത് ആദ്യം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നിന്ന് ഇറ്റ് ഇവോൾവ്ഡ് ടു ദ സ്റ്റഡി ഓഫ് മൈൻഡ്, ടു ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്, ആൻഡ് ഫൈനലി to what we recognize today as the scientific study of behavior and all those mental processes. അത് മാത്രമല്ല, we will also reflect, on what these shifts അല്ലെങ്കിൽ what these changes teach us about how our understanding of human nature has changed. ഇപ്പൊ ഈ സൈക്കോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ സംഗതികൾ എങ്ങനെയാണ് മനുഷ്യന്റെ ആ ഒരു സ്വഭാവം മാറുന്നതിന് ആധാരമാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ ആസ്കിങ് വാട്ട് എക്സാക്ട്ലി ഇസ് സൈക്കോളജി? എന്താണ് സൈക്കോളജി? ആൻഡ് ഹൗ ഡിഡ് വി അറൈവ് അറ്റ് അവർ കറന്റ് അണ്ടർസ്റ്റാൻഡിങ്? എന്താണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്, ആൻഡ് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത്? ഓക്കെ, അപ്പം സൈക്കോളജി നമുക്കറിയാം, ഇതിന്റെ എക്സാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ എന്താ പറയുക, 4-1 ചോദ്യങ്ങൾ സൈക്കോളജിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കില് എന്തൊക്കെയാണ് നമ്മുടെ സിലബസ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഓക്കെ, എന്താണ് സൈക്കോളജി എന്നുള്ളത് അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കും. അതിനുശേഷം കുറെ അധികം അപ്രോച്ചസ് ടു സൈക്കോളജി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, ജസ്റ്റോൾട്ട് സൈക്കോളജി, അതുകൂടാതെ ബയോളജിക്കൽ, സൈക്കോ അനലിറ്റിക്, ഹ്യൂമനിസ്റ്റിക് ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ചസ്. സോ ഈ ഒരു ലെസണിൽ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സൈക്കോളജി. അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ആൻഡ് എങ്ങനെ അതിന്റെ ഒരു എവല്യൂഷൻ നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വി വിൽ പ്രൊസീഡ് ഫർദർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇവിടെ ഫസ്റ്റ് വി വിൽ അനലൈസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൈക്കോളജി. ഇന്നത്തെ നിലവിലുള്ള സൈക്കോളജിയുടെ ആ ഒരു കറണ്ട് അക്കാഡമിക് ആയിരുന്നാലും
അതിൻ്റെ ആ ഒരു അപ്ലൈഡ് ഫോം ആയിരുന്നാലും ശരി, എങ്ങനെ നമ്മൾ നോക്കിയിരുന്നാലും ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നിലയിൽ അത് ആത്മാവിന്റെ ഒരു പഠനം എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ നിലയിൽ അത് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് ദ മെന്റൽ പ്രോസസ്സസ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനെ നമ്മൾ ഒന്നും കൂടെ കീറി മുറിച്ച് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഡൈസെക്ട് ചെയ്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് കാണാൻ കഴിയുക? ഈ ഒരു ഡെഫിനിഷൻ ക്യാപ്ചർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒബ്സർവബിൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. അപ്പം ഒബ്സർവബിൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ സ്പീച്ച്, നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ ആക്ഷൻസ്. ഇനി മറുഭാഗത്ത് ഇത് എങ്ങനെയാണ് ഇതെല്ലാം ആ ഒരു ഇന്റേണൽ പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ സ്പീച്ചിലൂടെ എന്താണ് നമ്മൾ വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ ആക്ഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പിന്നീട് കൺവേർട്ടായി എന്താ പറയേണ്ടത്, നമ്മുടെ ഇന്റേണൽ പ്രോസസ്സസ് എങ്ങനെയാണ് നടക്കുന്നത്, അതും സൈക്കോളജിയുടെ പഠനത്തിൽ വരുന്നതാണ്. അപ്പൊ ഇന്റേണൽ പ്രോസസ്സ് എന്താണ്? നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്തകള്, പെർസെപ്ഷൻ, നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതോടൊപ്പം അവർ മെമ്മറി. ഇതെല്ലാം കൂടെ ചേർന്നല്ലേ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തിയുടെ ചിന്താഗതി, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, ആ വ്യക്തിക്ക് എന്ത് തരം ഇമോഷൻസ് ആണ് ഒരു പക്ഷെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, എന്ത് തരം ഇമോഷൻസ് ആണ് ആ വ്യക്തിക്ക് വീക്ക് ആയിട്ട് വരുന്നത്, അത് കൈൻഡ് ആയിട്ടുള്ള ഒരാളാണോ റൂഡ് ആയിട്ടുള്ള ഒരാളാണോ, ഇത് എല്ലാം കൂടെ ചേർന്ന് ആൻഡ് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് എന്തുമാത്രം ഓർക്കാൻ കഴിയുന്നു, എന്തുമാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നു, ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ആകുന്നത്. ഈ ഘടകങ്ങളെല്ലാം സ്വാധീനിക്കുന്നു ആ ഒരു ബിഹേവിയർ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അല്ല. അതായത് പ്രോഗ്രസീവായിട്ട് പടിപടിയായിട്ട് നമ്മൾ ഒരു സ്ഥാനത്തേക്ക് എത്തുമല്ലോ, അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് അല്ല ഈ ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ സൈക്കോളജി എത്തിച്ചേർന്നത്. നേരെ മറിച്ച് ഇറ്റ് റിഫ്ലെക്ട്സ് എ റിച്ച് ആൻഡ് കോംപ്ലെക്സ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെയധികം കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെയാണ് സൈക്കോളജി കടന്നു പോയിട്ടുള്ളത്. ആൻഡ് എങ്ങനെയാണ് ആ ഒരു ഫിലോസഫിക്കൽ ഓറിയന്റേഷൻസ് പലപ്പോഴും അല്ലെങ്കിൽ പല കാലഘട്ടത്തിലും അത് മാറി മാറി വന്നു. അതോടൊപ്പം തന്നെ സയൻസും സയന്റിഫിക് മെത്തഡോളജിയും സമയം പോകുന്നതനുസരിച്ച് അത് എൻഹാൻസ് ആയിക്കൊണ്ടേയിരുന്നു. ആൻഡ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ക്രിറ്റിക്സ് അതും ഓരോ കാലഘട്ടം അനുസരിച്ച് മാറി മാറി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഇന്നത്തെ കാലത്തെ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷനെ ആണ് ഈ ഒരു എന്താ പറയേണ്ടത് ഡെഫിനിഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് തേടി പോവുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രാൻസിഷൻ എങ്ങനെയാണ് ഇതിന്റെ നടന്നതെന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇറ്റ് വാസ് ജസ്റ്റ് സ്പെക്യുലേഷൻ, എല്ലാം സ്പെക്യുലേഷൻ ആയിരുന്നു. അപ്പോ എന്ന് പറഞ്ഞാല് സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ ഉള്ള ഓരോ വിശ്വാസങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഒറിജിൻസ് നമ്മൾ ട്രേസ് ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയുടെ ഒറിജിൻസ് ഫിലോസഫിയിൽ കിടക്കും. ഫിലോസഫിയാണ് ചിന്തകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഈ ഫിലോസഫിയില് വളരെ പുരാതനമായ നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ എൻക്വയറീസ് നമ്മൾ നടത്തിയത് ഓൺ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് സോൾ. ഓക്കെ, അപ്പോ ഈ ഒരു നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് സോളിന്റെ ഒരു ചിന്ത, ഒരു പഠനം ഫിലോസഫിയിലൂടെ അന്ന് നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു നമുക്ക് ആ കാലഘട്ടത്തിൽ നിലനിന്ന മെറ്റാഫിസിക്കൽ ആൻഡ് മോറൽ ടേംസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം മെറ്റാഫിസിക്കലായിട്ടും അതേപോലെ മോറലായിട്ടുള്ള ടേംസിൽ ബേസ് ചെയ്താണ് ആ ഒരു ഫിലോസഫി ഇവോൾവ് ആയി വന്നത്. അവിടെ ഒരു എംപിറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അവിടെ ഇല്ലായിരുന്നു.
എംപിറിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അങ്ങനെ ഓവർ ടൈം ഒരു എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതിൻ്റെത് അത് ഇവോൾവ് ആയി വന്നു. ഈ എംപിറിക്കൽ മെത്തേഡ്സ്, സയന്റിഫിക് മെത്തേഡ്സ് കുറെ കൂടെ എന്താ പറയേണ്ടത്, സെൻട്രൽ പാർട്ടായി അല്ലെങ്കിൽ മെയിൻ പാർട്ടായി ആ ഒരു നോളജ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്തെങ്കിലും പുതിയ നോളജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ്, അതിനെ സയന്റിഫിക് ആയിട്ട് ബേസ് ചെയ്ത് അതിന്റെ എംപിറിക്കൽ ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പുതിയ നോളജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അത് സൈക്കോളജിയിലും അത് ആപ്ലിക്കബിൾ ആയി എന്നുള്ളത്. അങ്ങനെ പതിയെ പതിയെ സൈക്കോളജി ആ ഒരു സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ഫിലോസഫിയിൽ നിന്ന് അത് അകന്നുകൊണ്ട് കുറെ കൂടെ അടുത്ത് എന്താണ് ആ ഒരു നാച്ചുറൽ സയൻസസുമായിട്ട് കുറെ കൂടെ അത് അടുത്ത് വന്ന്. കാരണം നാച്ചുറൽ സയൻസസിന്റെ ബേസ് എന്താണ്, എംപിറിക്കൽ എവിഡൻസിലൂടെയാണ് നാച്ചുറൽ സയൻസിലെ നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഫ്രം സ്പെക്യുലേഷൻ ടു സയൻസ് എന്നുള്ള ആ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത് നമുക്കൊന്ന് നോക്കേണ്ടത്, അപ്പൊ ഇതിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയല്ലോ. സോ എന്താണ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോ പുരാതന കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റോ ആയിരുന്നാലും അരിസ്റ്റോട്ടിൽ ആയിരുന്നാലും ദേ ആക്ച്വലി കൺസീവ്ഡ് സൈക്കോളജി വിതിൻ എ മെറ്റാഫിസിക്കൽ ഫ്രെയിംവർക്ക്. ഒരു മെറ്റാഫിസിക്കൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സൈക്കോളജി അതിനെ അത് കണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ സൈക്കോളജിയിലെ സൈക്ക് എന്ന ടേം ആണ് പിന്നീട് ഇവോൾവ് ആയി സൈക്കോളജി ആയി മാറിയത്. ആക്ച്വലി സൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ലിറ്ററൽ മീനിങ് ഇസ് ഈദർ സോൾ ഓർ സ്പിരിറ്റ്. ഏത് ഭാഷയിൽ? ഇൻ ഗ്രീക്ക്. ഗ്രീക്ക് ഇസ് സൈക്ക്. സൈക്ക് എന്ന ഗ്രീക്ക് വേർഡിന്റെ ലിറ്ററൽ മീനിങ്, അതിന്റെ ആ ഒരു ആക്ച്വൽ മീനിങ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾ, ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ള ആ ഒരു അർത്ഥമാണ് നമുക്ക് കിട്ടുക. അപ്പൊ പേര് ഏകദേശം അതിൽ നിന്ന് തന്നെ വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇപ്പൊ പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ he viewed psychology as a tripartite entity or tripartite entity എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് അദ്ദേഹം ഈ 3 പാർട്ടീസ് അതിനകത്ത് വരുന്നത്? One is reason, the next is spirit, and the third is appetite. Okay, and അദ്ദേഹം എന്താണ് കൺസിഡർ ചെയ്തിരുന്നത്? And he considered it the immortal and governing principles of the individual. അപ്പൊ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് മാറിയത് റീസൺ, സ്പിരിറ്റ് ആൻഡ് ആപ്പറ്റൈറ്റ് എന്നുള്ളത്. ഓക്കെ, സോ അരിസ്റ്റോട്ടിൽ കുറെ കൂടെ എംപിറിക്കൽ ആയിരുന്നു അരിസ്റ്റോട്ടലിന്റെ ആ ഒരു അപ്രോച്ചിന്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്ക് ആയ ഡി അനിമ, അതിനകത്ത് അദ്ദേഹം പറയുന്നത് ദ സോൾ വാസ് ദ ഫോം ഓഫ് ദ ബോഡി. സോൾ വാസ് ദ ഫോം ഓഫ് ദ ബോഡി. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് വാസ് ദ എസെൻസ് ദറ്റ് മെയ്ഡ് ആൻ ഓർഗാനിസം അലൈവ്. ഒരു ഓർഗാനിസത്തിനെ ജീവനുള്ള ഒരു വസ്തുവാക്കി മാറ്റിയത് ആ ഒരു സോൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ ഒരു കൺസെപ്ഷൻ, അരിസ്റ്റോട്ടലിന്റെ ഈ ഒരു കൺസെപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അലൈൻഡ് സൈക്കോളജി വിത്ത് മോറൽ ഫിലോസഫി ഓൺ വൺ സൈഡ് ആൻഡ് മെറ്റാഫിസിക്സ്. ആൻഡ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ ക്വസ്റ്റ്യൻസ് ഓഫ് വെർച്യൂ, ക്വസ്റ്റ്യൻസ് ഓഫ് പേർപ്പസ് ആൻഡ് ആ ഒരു മോറൽ എക്സലൻസ്. ഇപ്പൊ വെർച്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിലുള്ള വാല്യൂസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യസന്ധത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാല്യൂസ് എന്ന് പറയും. ആൻഡ് പേർപ്പസ്, എന്താണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത്. ആൻഡ് മൊറാലിറ്റിയിലെ എക്സലൻസിനെ കുറിച്ചാണ് അവിടെ ശരിക്കും പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഡെഫിനിഷന് ഒത്തിരി അധികം സെറ്റ് ബാക്സ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയേണ്ടത്, ഒരു തിയറിറ്റിക്കൽ ഇൻടാഞ്ചിബിലിറ്റി ഇവിടെ വന്നു. തിയറിറ്റിക്കലി അത് ചേരുന്നില്ല എന്നുള്ളത് വന്നു. കാരണം എന്താണ്, പിന്നീടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് that the soul was not something that could be observed എന്നുള്ളതാണ്. സോളിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല, ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല.
അതിനെ മെഷർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു അപ്രോച്ചിന് എന്താണ് സംഭവിച്ചത്? ദ അപ്രോച്ച് ബിക്കേം ഫിലോസഫിക്കലി പ്രൊഫൗണ്ട്, ബട്ട് സയന്റിഫിക്കലി അത് അൺടെനബിൾ ആയി. അൺടെനബിൾ മീൻസ് സയന്റിഫിക്കലി നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതിയായി മാറി എന്നുള്ളതാണ്. അതിനുശേഷം വന്ന ആ ഒരു തോട്ട് ചേഞ്ച് അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി ചേഞ്ച് ആണ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ദ മൈൻഡ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഇസ് ആക്ച്വലി റെനെ ഡെസ്കാർട്ടസ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ഡുവാലിസം, ശരിക്കും ഇത് എന്താ പറയേണ്ടത്, ദിസ് ഹാപ്പൻഡ് ഇൻ ദ 17th century ആൻഡ് ദിസ് വാസ് ലെഡ് ബൈ റെനെ ഡെസ്കാർട്ടസ് ആൻഡ് ഇത് ആ ഒരു കാർട്ടീഷ്യൻ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫോക്കസ് ചേഞ്ച് വന്നത്, വാസ് എ ഷിഫ്റ്റ് ഇൻ ദ ഫോക്കസ്. അപ്പൊ നേരത്തെ നമുക്കറിയാം സോളിൽ ഫോക്കസ് ചെയ്തിരുന്നു, ഇവിടെ വന്ന ആ ഒരു ചേഞ്ച് എന്താണ്, ഫ്രം സോൾ ടു മൈൻഡ് എന്നുള്ളതാണ്. മനസ്സിലേക്ക് ആ ഒരു ഫോക്കസ് അങ്ങ് മാറി. അപ്പൊ ഈ ഡെസ്കാർട്ടസിന്റെ ഡുവലിസം ആക്ച്വലി പ്രൊപ്പോസ് ചെയ്തത് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ്. So he said body is separate, mind is separate. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് ആൻഡ് മെക്കാനിസ്റ്റിക് ആണ്. എന്നാൽ മൈൻഡ് എന്ന് പറയുന്നതോ ഇറ്റ്സ് ഇമ്മെറ്റീരിയൽ, കാരണം അവിടെ തിങ്കിങ് മാത്രമാണുള്ളത്. there is nothing that you can touch or feel. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് the mind was positioned, okay, mind was positioned as the arena for thought, reason, sensation and consciousness. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് ഇൻ ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഷിഫ്റ്റ് ഇൻ തോട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സ് തന്നെയാണ് എന്തിനൊക്കെയുള്ള കാരണങ്ങളാകുന്നത്, നമ്മുടെ ചിന്തകൾക്ക്, റീസണിങ്ങിന്, അതേപോലെ സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്സിന്. ഇതിനുള്ള ആ ഒരു ബേസ് എന്ന് പറയുന്നത് മൈൻഡ് ആയിട്ടങ്ങ് മാറി എന്നുള്ളത്. അപ്പോൾ ഓൺ വൺ സൈഡ് ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് കുറെ കൂടെ ഒരു കോഗ്നിറ്റീവ് ഫോക്കസ് ഇവിടെ കൊണ്ടുവന്ന്, കുറെ കൂടെ സെക്യുലർ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഫോക്കസ് ഇവിടെ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് ഇപ്പോഴും ആ ഒരു ഫിലോസഫിക്കൽ അബ്സ്ട്രാക്ഷനിൽ തന്നെ തട്ടി നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ മൈൻഡ് തന്നെയാണ് the central thing അല്ലെങ്കിൽ the main thing for personal identity. പക്ഷേ അപ്പോഴും it was not directly accessible to scientific scrutiny. ആ ഒരു സയന്റിഫിക് സ്റ്റഡി ഈ സമയത്തും നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലിമിറ്റേഷൻ കാരണം it kept psychology tethered together or to the speculative psychology. അപ്പോൾ സ്പെക്യുലേറ്റീവ് സൈക്കോളജി അല്ല, സ്പെക്യുലേറ്റീവ് ഫിലോസഫിയിൽ അത് സ്റ്റിൽ കണക്റ്റഡ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ സയൻസസ് ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉപയോഗിച്ച് അങ്ങനെ അങ്ങ് മാറി. ബട്ട് സ്റ്റിൽ സൈക്കോളജിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു കാലഘട്ടത്തിലും അതിന് വിട്ടു മാറാനായിട്ട് വന്നില്ല. ദോ ദേ വാസ് എന്താ പറയേണ്ടത്, ആ ഒരു സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ളത് വന്നു, ഒരു കോൺസെപ്റ്റ് വന്നു എന്തെങ്കിലും ഇറ്റ് ഡി നോട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഓക്കെ, ആൻഡ് ദെൻ ഹാപ്പൻഡ് ദ ചേഞ്ച് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത്. അപ്പൊ സൈക്കോളജി ഇവിടെ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്, ആ ഒരു ബോധാവസ്ഥ അല്ലെ. അപ്പോ ലേറ്റ് 19th century we saw the founding of experimental psychology. വിലം വുണ്ട് അദ്ദേഹമാണ് ശരിക്കും എന്താ പറയേണ്ടത് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അവർ എക്സ്പെരിമെന്റൽ സൈക്കോളജി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻഡ് ഇൻ ജർമ്മനി ആൻഡ് പിന്നീട് ദിസ് വാസ് എലാബറേറ്റഡ് ബൈ വില്യം ജെയിംസ് ആൻഡ് വില്യം ജെയിംസ് വാസ് ലൊക്കേറ്റഡ് ഇൻ അമേരിക്ക. ഇപ്പം ജെയിംസിന്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ പെർട്ടിക്കുലർലി അദ്ദേഹത്തിന്റെ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ എംഫസിസ് എന്ന് പറയുന്നത് was on the fact or was on his thought that consciousness is a flowing dynamic process. Consciousness, ആ ഒരു ബോധാവസ്ഥ, അത് ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ്ലി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഡൈനമിക് മാറി മാറി വരുന്ന ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നുള്ളതാണ്. ഇതിനെയാണ് അദ്ദേഹം
സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന ആ ഒരു ഫ്രേസ് ഉപയോഗിച്ച് പറഞ്ഞത്. കാരണം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് കോൺഷ്യസ്നെസ് സ്റ്റക്ക് അല്ല, സ്റ്റാഗ്നന്റ് അല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്, ഇറ്റ് കീപ്സ് ഫ്ലോയിങ് ആൻഡ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ് എന്നുള്ളത്. ഇവോൾവിംഗ് അല്ല, ചേഞ്ചിങ്, മാറി മാറി വരും എന്നുള്ളത്. അപ്പോ ഈ ഒരു അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ടു റീറ്റെയിൻ ദ introspective focus of previous paradigms and at the same time introducing empirical observation and measurement. അപ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ടല്ലോ, ഇതിനു മുന്നേ ഉള്ള ആ തോട്ട്സിന്റെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു എംപിറിക്കൽ സയന്റിഫിക് ഒബ്സർവേഷൻ, സയന്റിഫിക് സ്റ്റഡി ആൻഡ് മെഷർമെന്റ്സ് ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. പക്ഷെ ഇവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ വാട്ട് ഹാപ്പൻഡ് വാസ് ആ കോൺഷ്യസ്നെസ് ആക്ച്വലി പ്രൂവ്ഡ് ഡിഫിക്കൽട്ട് ടു ക്വാണ്ടിഫൈ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഒബ്ജക്റ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നു. ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ നോക്കുന്നത് എന്തിനെയാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നത്? കോൺഷ്യസ്നെസ്സിനെയാണ്. ആൻഡ് ഇതോടൊപ്പം ആ ഒരു ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അൺറിലയബിൾ ആയിരുന്നു. അത് പല സിറ്റുവേഷൻസിൽ പല തരത്തിലുള്ള റിസൾട്ട്സ് കിട്ടും, അപ്പൊ ഇൻകൺസിസ്റ്റന്റ് ആണ് ആൻഡ് വളരെ സബ്ജക്റ്റീവ് ആയിരുന്നു ഇത്. അപ്പൊ വളരെ സബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? And then came psychology as the science of behavior. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പിവറ്റൽ ആയിട്ടുള്ള ഒരു 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 റപ്ചർ ആയിരുന്നു where psychology is concerned, and this happened in the early 20th century. ഇവിടെയാണ് ആ ബിഹേവിയറിസം തുടങ്ങി വന്നത്. ആൻഡ് ഈ ബിഹേവിയറിസം ഇതിന്റെ എന്താ പറയേണ്ടത്, ഇതിന് തുടക്കമിട്ട വ്യക്തിയാണ് ജോൺ ബി വാട്സൺ അല്ലെങ്കിൽ JB വാട്സൺ എന്ന് പലയിടത്തും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണാം. ആൻഡ് പിന്നീട് ഇതിനെ ഊട്ടി ഉറപ്പിച്ചതാണ് BF സ്കിന്നർ. അപ്പൊ വാട്സൺ എന്താ ചെയ്തത്? വാട്സൺ ആക്ച്വലി റിജക്റ്റഡ്, അതായത് അൺഒബ്സർവബിൾ മൈൻഡ് ഒരു ലെജിറ്റിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡി ആണെന്നുള്ള ആ ഒരു അതുവരെയുള്ള ഒരു വിശ്വാസം അത് വാട്സൺ അങ്ങ് റിജക്റ്റ് ചെയ്തു. അപ്പം മൈൻഡ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, അല്ലെ? ഓരോ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്നതാണ്. ആ വ്യക്തി പറഞ്ഞെങ്കിലേ ആ വ്യക്തിയുടെ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അദ്ദേഹം റിജക്ട് ചെയ്തത് ഈ ഐഡിയ ആണ്. അൺഒബ്സർവബിൾ ആയിട്ടുള്ള മൈൻഡ് ഒരു ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡി ആണ് എന്നുള്ള ഐഡിയ അദ്ദേഹം റിജക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഓൺലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയർ ഷുഡ് ബി സ്റ്റഡീഡ്. ബിഹേവിയറിന് പല ആസ്പെക്ട്സ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ആ ബിഹേവിയർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ലോജിക്ക് നോക്കുകയാണെങ്കിൽ വളരെ കറക്റ്റാ. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നിനെ എങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും? അല്ലെ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്ത, നമുക്ക് അളക്കാൻ കഴിയാത്ത ഒന്നിനെ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്ത. അപ്പോ സൈക്കോളജി ഈ ഒരു വ്യൂവില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ടു ബിക്കം ആസ് റിഗറസ് ആൻഡ് ഒബ്ജക്റ്റീവ് ആസ് ദ ഫിസിക്കൽ സയൻസസ്. ഫിസിക്കൽ സയൻസസിന് പോലെ അത്രയും അധികം ഒരു റിഗറും ഒരു ഒബ്ജക്റ്റിവിറ്റിയും അവിടെ വരേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഈ ഒരു ബിഹേവിയറിസ്റ്റ് രീതിയിലുള്ള ഈ ഒരു പുതിയ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു റീഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സൈക്കോളജിക്ക് ഒരു മെത്തോഡോളജിക്കൽ അല്ലെങ്കിൽ ഒരു മെത്തോഡോളജിക്കൽ റിഗർ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത് ഈ ഒരു കാലഘട്ടം വരെ ആ ഒരു മെത്തേഡ് നമുക്ക് അതിന് ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയും കോൺസെപ്ച്വൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ, അതായത് ഇന്റേണൽ കോഗ്നിറ്റീവ് പ്രോസസ് എന്നുള്ളത്, സബ്ജക്റ്റീവ് ആണ് എക്സ്പീരിയൻസ് എന്നുള്ളത്, ആൻഡ് ദ റോൾ ഓഫ് മീനിങ് ആൻഡ് കോണ്ടെക്സ്റ്റ്.
ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഓരോ കാര്യങ്ങളും ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ മീനിങ് ഒരു പക്ഷേ മാറാം. അപ്പൊ കോണ്ടെക്സ്റ്റ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാഹചര്യ തെളിവുകളൊക്കെ ഇന്ന് കോടതിയിൽ ഒത്തിരി അധികം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റില് മീനിങ് മാറും. സോ അതാണ് ദ റോൾ ഓഫ് മീനിങ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും അതിനകത്ത് കണക്കാക്കിയില്ല. അതാണ് ആ ഒരു കോൺസെപ്ച്വൽ ലിമിറ്റേഷൻസ് അവിടെ ബിഹേവിയറിസത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. Okay, and then we need to see psychology as the science of behavior and mental processes. അപ്പൊ ഇവിടെ രണ്ടും കൂടെ ഇവിടെ വന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു mid-20th century ഒക്കെ ആയപ്പോഴത്തേക്ക് ആ എന്താ പറയേണ്ടത്, ബിഹേവിയറിസത്തിന് ഉള്ള ലിമിറ്റേഷൻസ് പരിഹരിക്കുന്നു എന്ന നിലയിൽ ഇറ്റ് ലെഡ് ടു ദ കോഗ്നിറ്റീവ് റെവല്യൂഷൻ. അപ്പൊ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷനിൽ ഒരു റീഅസേർഷൻ വന്ന് ദാറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റേണൽ മെന്റൽ പ്രോസസ്സസ് ആർ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സസ് ഉണ്ടല്ലോ, പെർസെപ്ഷൻ, മെമ്മറി, ലാംഗ്വേജ്, നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ള ആ ഒരു ചിന്ത അവിടെ ഉദിച്ചു ആ ഒരു കോഗ്നിറ്റീവ് റെവല്യൂഷന്റെ കാലഘട്ടത്തിൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്താണ് ഇവിടെ ആ സയന്റിഫിക് മെത്തഡോളജീസ്, അത് ബിഹേവിയറിസ്റ്റ് കാലഘട്ടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സയന്റിഫിക് മെത്തഡോളജി ഇവിടെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ സയന്റിഫിക് മെത്തഡോളജിയുടെ ഒപ്പം പുതിയ തോട്ട്സ്, പുതിയ ചിന്തകൾ, പുതിയ ഒരു ഡൊമെയിൻ അവിടെ ആഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ കാലത്ത് ആ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറും അവിടെ വരുന്നുണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള കൊഗ്നിഷനും അവിടെ വരുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ കുറെ കൂടെ ഒരു ഹോളിസ്റ്റിക് ആൻഡ് ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പൊ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ബിഹേവിയറിന്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് പല എക്സ്പീരിയൻസസും ഉണ്ടാകുന്നത്. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഈസ് നൗ അണ്ടർസ്റ്റുഡ് ആസ് എ മൾട്ടി മെത്തേഡ് ഇന്റർഡിസിപ്ലിനറി സയൻസ്. ആൻഡ് എവിടെ നോക്കിയാണ് ഇതിനകത്ത് അതിന്റെ ആ ഒരു ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ നോളജ് വരുന്നത്? ബയോളജിയിൽ നിന്ന് വരുന്നു, ന്യൂറോ സയൻസിൽ നിന്ന് വരുന്നു, സോഷ്യോളജിയിൽ നിന്ന് വരുന്നു, ഫിലോസഫിയിൽ നിന്ന് വരുന്നു, ആൻഡ് ഈവൻ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് പോലും വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റ്, ഓക്കെ. സോ എന്താണ് ഈ ഒരു എവല്യൂഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ എന്നാണ്. അപ്പൊ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ജേർണി നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ഫ്രം സോൾ ടു മൈൻഡ്, ഫ്രം കോൺഷ്യസ്നെസ് ടു ബിഹേവിയർ, ആൻഡ് ഫൈനലി ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്, ആ ഒരു നിലയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ആ ഒരു സൈക്കോളജിയുടെ എപ്പിസ്റ്റമോളജിക്കൽ ഹൊറൈസൺസ് കുറെ കൂടെ ബ്രോഡായി എന്നുള്ളതാണ് അല്ലെ. ഓണ്ടോളജിക്കലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആ ഒരു നോൺ മെറ്റീരിയൽ, അതായത് സോൾ ആൻഡ് മൈൻഡ് ആണ് നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അതിൽ നിന്ന് മാറി ആ ഒരു മെറ്റീരിയൽ ആൻഡ് ഒബ്സർവബിൾ ബ്രെയിൻ ബിഹേവിയർ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറി. ആൻഡ് ഇന്നത്തെ കാലഘട്ടത്തെ എങ്ങനെയാണ്? ഇറ്റ് സീക്സ് ടു യൂണിഫൈ ബോത്ത്, ഇതിനെ രണ്ടിനെയും യൂണിഫൈ ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾക്കും ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. മെത്തഡോളജിക്കലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ അതിന് ആ ഒരു ഷിഫ്റ്റ് വന്നു ഫ്രം ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഫിലോസഫിക്കൽ സ്പെക്യുലേഷൻ ടു എക്സ്പെരിമെന്റൽ എംപെറിസിസം അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലേക്ക് മാറി അല്ലേ. ആൻഡ് മോർ റീസെന്റ്ലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റേറ്റീവിൽ നിന്ന് അത് ഒരു ക്വാളിറ്റേറ്റീവിലേക്ക് മാറി എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് മാത്രമല്ല, ഇന്റർപ്രിറ്റേറ്റീവ് മെത്തഡോളജീസിലേക്ക് അത് മാറി. അപ്പം ഇതിന്റെ ആ ഒരു കൾച്ചറലി നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആണ്, എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്തതെന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്ന ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഒരു ചിന്തകൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഏർലി ഫോർമുലേഷൻസിൽ ഒരു വെസ്റ്റേൺ ബയാസ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ there was a growing movement towards decolonizing psychology. Okay, and
പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ ഒരു ഡീകോളനൈസിങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇന്റഗ്രേഷൻ അവിടെ നടന്നു. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആ ഒരു നാട്ടില് അല്ലെങ്കിൽ ആ ഒരു ഏരിയയില് ആ ഒരു സെഗ്മെന്റില് ഒറിജിനൽ ആയിട്ടുള്ളതാണ് ഇൻഡിജീനിയസ് എന്ന് പറയുന്നത്. ഇൻഡിജീനിയസ് ആൻഡ് ആ ഒരു നോൺ വെസ്റ്റേൺ പെർസ്പെക്ടിവ്സിന്റെ ഒരു ഇന്റഗ്രേഷനും കൂടെ അവിടെ നടന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ ചേഞ്ച് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് കൾച്ചറലി എന്നോണം. സോ ഇൻ ഷോർട്ട് വി കുഡ് സേ, നമ്മൾ ഈ ഒരു സൈക്കോളജിയുടെ മീനിങ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിക്വയർസ് മച്ച് മോർ ദാൻ എ സ്റ്റാറ്റിക് ഡെഫിനിഷൻ. അല്ലെങ്കിൽ ഒരു 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 ഒറ്റ ലൈനില് ഒരു എന്താ പറയേണ്ടത്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ നമുക്ക് അതിനെ ഒരുപക്ഷെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ സൈക്കോളജി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കൂടെ ഡീപ്പായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഉളവാക്കുന്ന, അതിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ടെൻഷൻസും ട്രാൻസിഷൻസും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് വേണം. കാരണം സൈക്കോളജിയുടെ റൂട്ട്സ് ശരിക്കും ഫിലോസഫിയിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മാത്രം അത് തുടങ്ങി വന്നതാണ്, അല്ലെ? ഫ്രം ആ ഒരു സ്പെക്യുലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രൂഫ് ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താ പറയേണ്ടത്, അങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് വെക്കുകയാണ്, അത് അങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ള രീതിയിൽ. ആൻഡ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്പെക്യുലേഷൻ പൊതുജനം അല്ലെങ്കിൽ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പെക്യുലേഷൻ അനുസരിച്ച് എല്ലാവരും ജീവിച്ചില്ല എങ്കിൽ ആ വ്യക്തിക്ക് സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് അവിടെ വരും. അപ്പൊ ആ ഒരു സ്പെക്യുലേറ്റീവ് ബിഗിനിങ്സിൽ നിന്ന് തുടങ്ങി ആ ഒരു ക്ലാസിക്കൽ ഫിലോസഫിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ആ ഒരു കോണ്ടംപററി നിലപാടിലേക്ക് അവിടെ എത്തി. കോണ്ടംപററി നിലപാട് എന്താണ്? ഒരു അപ്ലൈഡ് സയൻസ് ആണ്, ഒരു എംപെറിക്കൽ സയൻസ് ആണ് എന്നുള്ളത്, അല്ലെ? സോ സൈക്കോളജി ഹാസ്, വി ക്യാൻ റൈറ്റ്ലി സേ ദാറ്റ് സൈക്കോളജി ഹാസ് ഇവോൾവ്ഡ് ഇൻടു എ ഡിസിപ്ലിൻ that seeks to understand, describe and predict behavior. In addition to this, it also helps us to interpret, understand and transform the human experience. കാരണം ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്, അല്ലെ? അതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് is the nature and characteristics of behavior. Okay, so thank you very much for watching this video. And ഇതുപോലെ ഇതിന്റെ കംപ്ലീറ്റ് സീരീസ് ഓഫ് ലെസൺസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുക. ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നതിന് ഒന്നുകിൽ നമ്മുടെ ജനറൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത് വാട്സാപ്പിലെ ഗ്രൂപ്പാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. ഒന്നുകിൽ യു ക്യാൻ കോൾ മീ or send me a message on WhatsApp on the number that is displayed on the screen. ഈ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാകും. So thank you very much once again for watching this lesson and you have a great day ahead. Wish you all the very best.